ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി, പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊരു കാരണവശാലും വിടാൻ പാടില്ലാത്ത ടോപ്പിക്സാണ്. സോ ഓർഗാനിക് കെമിസ്ട്രി പൊതുവെ ഞാൻ പറയുന്നത് എല്ലാം പഠിക്കണം. സോ ഈ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതുവരെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ അർജൻറ്റായിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്ലസ് ടുവിൻ്റെ ടോപ്പിക്സ് നോക്കാം. പ്ലസ് ടുവിലുള്ള ടോപ്പിക്സിൽ ബയോമോളിക്യൂൾസ് എന്ന ലാസ്റ്റ് ചാപ്റ്ററിലെ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്ന് തിയറി മാത്രമേ ചോദിക്കത്തുള്ളൂ, പക്ഷേ നല്ലപോലെ ചോദിക്കും. സോ ലൈക്ക് ആ ചാപ്റ്റർ ഒരു 5 തവണയെങ്കിലും വായിച്ചിരിക്കണം, ബയോമോളിക്യൂൾസ്. ഓക്കെ, അതിൽ നിന്ന് കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ തെറ്റിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് ബയോമോളിക്യൂൾസ്. സോ പക്ഷേ അത് കംപ്ലീറ്റ് തിയറിയാണ്, ജസ്റ്റ് വായിച്ച് പഠിച്ച കുറച്ചൊരു 5 പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കുക ബയോമോളിക്യൂൾസ്. ഓക്കെ, അത് അടിപൊളിയായി പഠിച്ചേക്കണം ബയോമോളിക്യൂൾസ്. ദെൻ നൈട്രജൻ കോമ്പൗണ്ട്സ്, അതിലെ ഓരോ ഇതും വരച്ച് തന്നെ പഠിക്കണം. ലൈക്ക് റിയാക്ഷൻ മെക്കാനിസം നടക്കുമ്പം അതിന് ലൈക്ക് ഇടയ്ക്കുള്ള പേര് എഴുതിയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ടാവില്ലേ, ലൈക്ക് റിയാക്ഷൻ മെക്കാനിസം നടക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ പേരൊക്കെ ഉണ്ടാവില്ലേ, ആ കോമ്പൗണ്ട്സൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. ലൈക്ക് അതിൻ്റെ ആ ഒരു കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസൊക്കെ തരും. സോ ലൈക്ക് നമ്മൾ കൺഫ്യൂസ്ഡായി പോകും. പക്ഷേ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലായിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിലത്തെ റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ ലൈക്ക് സ്റ്റെപ്സ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് നോക്കി, എല്ലാ ദിവസവും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോക്കണം. ഓക്കെ, സോ ബയോമോളിക്യൂൾസ്, പിന്നെ നൈട്രജൻ കോമ്പൗണ്ട്സിലായാലും എനിക്കൊന്ന് കുറേ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. ഈ നെയിംഡ് റിയാക്ഷൻസിൻ്റെ പേരെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഓക്കെ, നെയിംഡ് റിയാക്ഷൻ വിത്ത് നെയിം ആയിരിക്കണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ അതിന് ആൽഡിഹൈഡ്സ് കീറ്റോൺസ്, അതിലുണ്ട് എൻ്റെ പിന്നെ കുറേ നെയിംഡ് റിയാക്ഷൻസ്. അതിൻ്റെ എല്ലാം പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കണം, അതിൻ്റെ എല്ലാ റിയാക്ഷൻ അറിയാമായിരിക്കണം, പ്രോഡക്റ്റിൻ്റെ പേര്, റിയാക്റ്റൻസ് ഏതൊക്കെയാണ്, പ്രോഡക്റ്റ് ഏതൊക്കെയാണ്. ഓക്കെ, അതിൻ്റെ ആ റിയാക്ഷൻ്റെ നെയിം ഉണ്ടെങ്കിൽ നെയിം. ആൻഡ് ദെൻ ഹാലോ ആൽക്കിൻ അതിലെനിക്ക് തോന്നുന്നു കുറച്ച് ലൈക്ക് കൺസെപ്റ്റ്സ് ഉണ്ട്. ലൈക്ക് CH3 ഹാലോ ആൽക്കിൻ എന്ന ചാപ്റ്ററിൽ ഇങ്ങനെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് CH3X, അതായത് CH3Cl, എക്സ് എന്ന് പറയുന്ന ഹാലൈഡാണ്. സോ ലൈക്ക് CH3Cl, CH3F, CH3Br, അവർ തമ്മിലുള്ള എന്തൊക്കെയോ ഡൈപോൾ മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് വെക്കണം. പിന്നെ 11th എനിക്ക് തോന്നുന്നു ചാപ്റ്റേഴ്സ് ഉള്ളത്. അതിൽ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. മറ്റേ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കുന്ന ഒരു ചാപ്റ്ററില്ലേ, മറ്റേ കാർബോക്കേറ്റോൺ, കാർബാനിയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ പോലും അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങൾ പക്ഷേ അത് പഠിക്കേണ്ടത് എഴുതി പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾ എഴുതി പഠിക്കണം. ആൻഡ് എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു മാസം നിങ്ങളിപ്പം അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത് കത്തും. ആൻഡ് ലൈക്ക് അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളാണ്. അത് ആക്ച്വലി വെരി സിമ്പിളാണ്. ഓക്കെ, അത് കാർബോക്കേറ്റോൺ, കാർബൺ, പക്ഷെ അത് നമ്മുടെ മനസ്സിൽ നിൽക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ലൈക്ക് എല്ലാ ദിവസവും നിങ്ങളത് റിവൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് വിട്ടുപോകും. ലൈക്ക് നിങ്ങളിങ്ങനെ മോക്ക് ടെസ്റ്റ്, ഇപ്പം ലൈക്ക് ബോർഡ് എക്സാം ആണെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് മറക്കാനുള്ള സാധ്യതയുണ്ട്. സോ ലൈക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ 15 മിനിറ്റ് അതൊന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഏതാ ഉള്ളത്, അത് നോമൻക്ലേച്ചറാണ്. നോമൻക്ലേച്ചറൊക്കെ റൂൾസൊക്കെ അത് ലൈക്ക് പ്ലസ് 2 എത്തുമ്പോഴത്തേക്കും അത് സിമ്പിളായിരിക്കണമല്ലോ, ലൈക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കേട്ടോ. ആൻഡ് അതിപ്പം അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലൈക്ക് എങ്ങാനും ഒരു കൺഫ്യൂസിങ് ചോദ്യം ചോദിച്ചാലോ, അതിൻ്റെ എനിക്കൊന്ന് ഒരു ചോദ്യം കണ്ട് വരും. സോ ലൈക്ക് അതും പഠിച്ചു വെച്ചോ, ഒരു ചോദ്യമല്ലേ. പിന്നെ ലൈക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ആൽക്കൈൻസ്, ആൽക്കൈന്, ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, അങ്ങനെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എനിക്ക് പറയണത് എഴുതി പഠിക്കുക. ആൻഡ് ചിലപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എഴുതി പഠിക്കുന്നത് രസമുള്ള കാര്യമായിരുന്നില്ല. സോ ലൈക്ക് ഞാൻ എല്ലാ ദിവസവും NCERT വായിക്കുമായിരുന്നു. അല്ല, എല്ലാ ദിവസവും NCERT വായിക്കുമ്പോൾ അത് നമ്മുടെ തലയിലിരിക്കും, അത് നമ്മുടെ തലയിൽ ഉറച്ചോളും. ഓക്കെ, ആൻഡ് ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ
നമുക്ക് അത് ഉറച്ചോളും. അത് കഴിഞ്ഞ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയെക്കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമില്ല. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനോർഗാനിക് കെമിസ്ട്രി പിന്നെ മറ്റേ ഫിസിക്കൽ കെമിസ്ട്രി, അതായത് പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോഴിൽ തെറ്റാനുള്ള ചാൻസ് ഹൈ ആണ്. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങളാണ്. കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സംഭവമാണ്. അത് നമുക്ക് എക്സാം ഹോളിൽ പോയി തെറ്റത്തില്ല. ഓർഗാനിക് കെമിസ്ട്രി എക്സാം ഹോളിൽ പോയി തെറ്റിക്കാനുള്ള നോമൻക്ലേച്ചറിൻ്റെ കാര്യമല്ല, മറ്റേ സാധാ ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസ് ഒന്നും നമുക്ക് തെറ്റാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ലൈക്ക് ഇക്വേഷൻസ് ഒന്നും അല്ലല്ലോ, ഇക്വേഷൻസ് ഒന്നും ഇട്ടിട്ട് എന്തുവാ ഡെറൈവ് ഒന്നും ചെയ്യണം, ഐ മീൻ ഇക്വേഷൻസ് ഇട്ടുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. ലൈക്ക് ജസ്റ്റ് ആ ഒരു സ്ട്രക്ചറൊക്കെ അല്ലേ ഉള്ളൂ. സോ ലൈക്ക് കൺഫ്യൂസിങ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, കൺഫ്യൂസിങ് ചോദ്യങ്ങളില്ലെന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ തെറ്റിക്കാനുള്ള, നമ്മൾ വൃത്തിക്ക് പഠിച്ചുകൊണ്ട് പോയി തെറ്റിക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഓക്കെ, ലൈക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിളൊക്കെ പലരും തെറ്റിക്കാറുണ്ട്. ബട്ട് ലൈക്ക് അത് ഞാൻ പറയണത് ബോധമില്ലാതെ ചെയ്യുന്ന മിസ്റ്റേക്സുകളാണ്. അത് നിങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. സോ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇത് ലൈക്ക് എന്നിട്ട് നിങ്ങളിനിയും PYQs ചെയ്യുക. NCERT നല്ലപോലെ വായിക്കുക. NCERT വായിച്ചാൽ ബ്രോ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഞാൻ പറയട്ടെ, നല്ല റാങ്ക് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ, ഗുഡ് ലക്ക്.